ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് സ്വാഗതം. ഇന്ന് മോർണിംഗിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് നിഫ്റ്റിയിൽ ഓൾമോസ്റ്റ് ഒരു 100 പോയിന്റിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗോടെ ആയിരുന്നു. അത് പിന്നീട് ഉയർന്നിട്ട് 27,650 എന്ന ലെവൽ വരെ എത്തിയെങ്കിലും അവിടെ അതിന് സസ്റ്റെയിൻ ചെയ്യാനായില്ല. പിന്നീട് താഴോട്ടേക്ക് വന്നതായിട്ട് കാണാം. നിഫ്റ്റി ഒടുവിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത് 27,482 എന്ന ലെവലാണ്. ഒരു 0.23% അപ്സൈഡ് മൂവോടെ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മൂവ് ഏർലി മോർണിംഗ് ഉണ്ടായെങ്കിലും ആഫ്റ്റർനൂണിൽ ശക്തമായ ഒരു സെൽ ഓഫ് നടന്നതായിട്ട് കാണാം. അതിൻ്റെ ഭാഗമായിട്ടാണ് വലിയൊരു നേട്ടം ഉണ്ടാക്കാതെ നിഫ്റ്റി ക്ലോസ് ചെയ്തത്. ആക്ച്വലി ഇന്നത്തെ ഗ്ലോബൽ ക്യൂസ് ഒക്കെ വളരെ പോസിറ്റീവായിരുന്നു. കാരണം ഇന്നലെ US ഇൻഡെക്സുകൾ പോസിറ്റീവിലായിരുന്നു ക്ലോസ് ചെയ്തത്. എസ്പെഷ്യലി ടെക്നോളജി ഇൻഡെക്സ് ആയിട്ടുള്ള നാസ്ഡാക്ക് 1% കൂടുതലുള്ള നല്ലൊരു റിക്കവറി നടത്തിയിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് പരമ്പരാഗത സോഫ്റ്റ്വെയർ കമ്പനികളെ തകർക്കുമെന്നുള്ള ആ ഒരു ഭീതി അത് കാരണം പല സോഫ്റ്റ്വെയർ സ്റ്റോക്കുകളിലും വമ്പിച്ചിടിവുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നാസ്ഡാക്കിലും വലിയ ഫോൾ ഉണ്ടായിരുന്നു. എന്നാൽ പ്രമുഖ AI കമ്പനിയായിട്ടുള്ള ആന്ത്രോപ്പിക് തങ്ങളുടെ ക്ലൗഡ് ടെക്നോളജിയെ സംബന്ധിച്ച് അനൗൺസ്മെൻറ്റിൽ കാണുന്നത് അത് ബിസിനസ്സുകളെ മാറ്റി സ്ഥാപിക്കാനല്ല, മറിച്ച് അവരുമായി സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത് എന്നാണ് വ്യക്തമാക്കിയത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് വരുന്ന വാർത്തകൾ അവിടെയൊക്കെ മാർക്കറ്റിൽ ഒരു ഓവർ റിയാക്ഷൻ ആണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആന്ത്രോപ്പിക്കിൻ്റെ ഭാഗത്തുനിന്ന് വന്ന വിശദീകരണങ്ങളിൽ വെച്ചിട്ട് ഇന്നലെ US മാർക്കറ്റിൽ മൈക്രോസോഫ്റ്റ്, മെറ്റ പോലെയുള്ള കമ്പനികളിൽ പോസിറ്റീവായിട്ടുള്ള ക്ലോസിംഗ് ഉണ്ടായി. കൂടാതെ വേൾഡിലെ ഏറ്റവും അധികം മാർക്കറ്റ് ക്യാപ്പുള്ള NVIDIAയുടെ അതിൻ്റെ ക്വാർട്ടർലി ഏർണിംഗ്സ് റിപ്പോർട്ട് പോസിറ്റീവായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയും അതിനോടനുബന്ധിച്ച് മറ്റ് ചിപ്പ് മേക്കിംഗ് കമ്പനികളുടെ AMDയിലുമൊക്കെ നല്ലൊരു മുന്നേറ്റം ഇന്നലെ ഉണ്ടായി. ഇതൊക്കെ മൊത്തത്തിൽ ഇന്നലെ നാസ്ഡാക്കിൻ്റെ ആ ടെക്നോളജി സ്റ്റോക്കുകളിൽ നല്ലൊരു മുന്നേറ്റത്തിന് സഹായിച്ചു എന്ന് മനസ്സിലാക്കാം. ഇതുകൂടാതെ ഇന്ന് ഏർലി മോർണിംഗിൽ പ്രസിഡന്റ് ട്രംപിൻ്റെ സ്റ്റേറ്റ് ഓഫ് ദ യൂണിയൻ പ്രസംഗത്തിന് മുമ്പ് വിപണിയിലുണ്ടായിരുന്ന ആ ഒരു ഭീതി അത് ആ പ്രസംഗത്തിന് ശേഷം മൊത്തത്തിൽ ഒരു കൂൾ ഡൗൺ ആയതായിട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. കാരണം ഓട്ടോ, മെറ്റൽ, ഫാർമ, ഹെൽത്ത് കെയർ തുടങ്ങിയ സെഗ്മെൻ്റൊക്കെ പോസിറ്റീവ് ക്ലോസ് ചെയ്തതോടൊപ്പം തികച്ചും അപ്രതീക്ഷിതമായിട്ട് നിഫ്റ്റി IT ഇൻഡെക്സുകളും സ്റ്റെബിലൈസ് ചെയ്തിട്ടാണ്. IT സ്റ്റോക്കുകളിൽ 1% കൂടുതലുള്ള ഒരു അപ്സൈഡ് മൂവ് ഇന്നുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ പല ലീഡിംഗ് ജയൻറ്റ് IT കമ്പനികളിൽ ഒരു വാല്യൂ ബൈങ് ഇന്ന് നടന്നതായിട്ട് കാണാം. ഇപ്പോൾ US പ്രസിഡന്റിൻ്റെ ഈ സ്റ്റേറ്റ് ഓഫ് ദ യൂണിയൻ പ്രസംഗം എന്ന് പറയുന്നത് അത് ഒരു പ്രസിഡന്റ് അധികാരത്തിൽ വന്നിട്ട് ഒരു വർഷത്തിന് ശേഷം നടത്തുന്ന ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്പീച്ചാണ്. രാജ്യത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് കോൺഗ്രസിന് വിവരം നൽകുക എന്നുള്ളത് പ്രസിഡന്റിൻ്റെ കടമയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഒരു വർഷത്തെ നേട്ടങ്ങൾ വിവരിക്കണം. അതുപോലെ വരാനിരിക്കുന്ന വർഷത്തെ ഭരണപരമായ മുൻഗണനകൾ, നിയമനിർമ്മാണ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുക. ഇതൊക്കെയാണ് ഈ ഒരു സ്പീച്ചിൻ്റെ ലക്ഷ്യം. ഇപ്പോൾ സാധാരണത്തിൽ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ഈ ഒരു പ്രസംഗം നടക്കുന്നത്. അപ്പോൾ ഈ പ്രസംഗത്തിൽ അദ്ദേഹം കോർപ്പറേറ്റ് നികുതി ഇളവുകൾ കുറക്കുന്നതിനെക്കുറിച്ചും ബിസിനസ് സൗഹൃദമായിട്ടുള്ള നയങ്ങളെക്കുറിച്ചും ഒക്കെ പരാമർശിച്ചു. അതുകൂടാതെ ഇക്വിറ്റി മാർക്കറ്റിൽ തൻ്റെ ഭരണകാലത്ത് നല്ല പുരോഗതി ഉണ്ടായി എന്നൊക്കെ പറഞ്ഞത് പൊതുവെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാകാൻ സഹായിച്ചിട്ടുണ്ട്. കൂടാതെ താരിഫുകളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചെങ്കിലും US മാനുഫാക്ചറിങ് മേഖല ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഇനി നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ എത്രയോ മാസങ്ങളായിട്ട് വളരെയധികം അണ്ടർ പെർഫോം ചെയ്യുന്ന നമ്മുടെ മാർക്കറ്റിൻ്റെ ചില ഡാറ്റകൾ നമ്മൾ പരിശോധിച്ചാൽ വളരെ കൗതുകകരമായ കാര്യങ്ങൾ കാണാൻ കഴിയും. കാരണം കഴിഞ്ഞ 52 വീക്ക് ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന നിരക്കായിട്ടുള്ള 40,301 എന്ന ലെവലിലായിരുന്നു നിഫ്റ്റിയുടെ IT ഇൻഡെക്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ലെവലിൽ നിന്നാണ് ഇപ്പോൾ 30,000 എന്ന ലെവലിലേക്ക് അത് താഴ്ന്നു വന്നത്. അതായത് അതിൻ്റെ ഉയർന്ന ഹൈയിൽ നിന്നും ഏകദേശം 25% ഇടിവാണ് ഓവറോൾ IT ഇൻഡെക്സിൽ ഉണ്ടായിട്ടുള്ളത്. കാരണം 20% കൂടുതലുള്ള ഒരു ഫോൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു ബിയറിഷ് ട്രെൻഡാണ് എന്നാണ് പൊതുവെ വിലയിരുത്താറുള്ളത്. അതുകൊണ്ട് IT സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും ബിയറിഷ് ട്രെൻഡിലാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ 30 മാസത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന ഒരു ലെവലിലാണ് ഇപ്പോൾ IT ഇൻഡെക്സ് ഉള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ITയുടെ ഈ ഒരു ഫോള് അത് നിഫ്റ്റി 50യെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. കാരണം നിഫ്റ്റി 50യുടെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 2 to 3% ഒരു ഫോള് മാത്രമാണ് 52 വീക്ക് ഹൈയിൽ നിന്നും നിഫ്റ്റി 50യിൽ ഉണ്ടായിട്ടുള്ളത്. കാരണം അവിടെ ബാങ്കിങ് മേഖലയിലും മെറ്റൽ സെക്ടറിലുമൊക്കെ ഉണ്ടായിട്ടുള്ള ആ ഒരു പോസിറ്റീവായിട്ടുള്ള മുന്നേറ്റം അത് നിഫ്റ്റിയെ വലിയ തോതിൽ ഫോൾ ചെയ്യാതെ പിടിച്ചു നിർത്തിയിരുന്നു. എന്നാൽ ഈ IT മേഖലയിലെ ഈ ഒരു 25% ഇടിവ് ഉണ്ടായിരുന്നില്ലെങ്കിൽ നിഫ്റ്റി ഇന്ന് എവിടെ എത്തുമായിരുന്നു എന്ന് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നിഫ്റ്റി 50യിൽ ഇപ്പോൾ IT മേഖലയിലെ വെയിറ്റേജ് എന്ന് പറയുന്നത് ഏകദേശം 10.6 മുതൽ 11% വരെയാണ്. അപ്പോൾ IT ഇൻഡെക്സിൽ ഉണ്ടായിട്ടുള്ള ഇടിവ് 25% പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിഫ്റ്റി 50യിൽ ആകെ വന്നിട്ടുള്ള ഇടിവ് എന്ന് പറയുന്നത് ഏകദേശം 2.65% ആണ്. അതായത് IT മേഖലയിൽ ഈ ഒരു ഇടിവ് മാത്രം നിഫ്റ്റി 50യെ ഏകദേശം 2 മുതൽ 3% വരെ അതിൻ്റെ ഇൻഡെക്സിന് താഴോട്ടേക്ക് വലിച്ചു.
അപ്പോൾ IT ഓഹരികൾ അവയുടെ ആ ഒരു 52 വീക്ക് കയ്യിൽ തന്നെ തുടർന്നിരുന്നുവെങ്കിൽ ഇന്ന് നിഫ്റ്റി 26,000 മുകളിൽ അതിൻ്റെ പ്രതിരോധമൊക്കെ മറികടന്നുകൊണ്ട് സുരക്ഷിതമായ നിലയിൽ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ബാങ്കിങ് മേഖലയിൽ ഉണ്ടായിട്ടുള്ള ശക്തമായ മുന്നേറ്റം അതിനെ ക്യാൻസൽ ചെയ്യുന്ന രീതിയിലുള്ള ഫോളാണ് IT ഇൻഡെക്സിൽ ഉണ്ടായിട്ടുള്ളത്. കാരണം TCS, ഇൻഫോസിസ് പോലെയുള്ള ലീഡിങ് IT സ്റ്റോക്കുകൾക്ക് നല്ല വെയിറ്റേജ് നിഫ്റ്റിയിലുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ വീഴ്ച നിഫ്റ്റിക്കും താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഏതായാലും നമ്മുടെ മാർക്കറ്റിൽ ഒരു റിക്കവറി ഉണ്ടാകണമെങ്കിൽ IT ഇൻഡെക്സിൽ ശക്തമായ തിരിച്ചുവരവ് ഉണ്ടായാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ എന്നാണ് ഇതിൽ നിന്ന് മൊത്തത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിൽ ചർച്ചാ വിഷയമായ IDFC ഫസ്റ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട വാർത്തകൾ നോക്കുമ്പോൾ IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ചണ്ഡീഗഡ് ശാഖയിൽ ഹരിയാന സർക്കാരിൻ്റെ ഫണ്ടുമായി ബന്ധപ്പെട്ട് നടന്ന 590 കോടി രൂപയുടെ ഒരു ക്രമക്കേടായിരുന്നു അത്. ഹരിയാന ഗവൺമെൻറ് ഓൾറെഡി അവരുടെ നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളത് 100% തുകയും പലിശയടക്കം ബാങ്ക് സർക്കാരിന് തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ നഷ്ടപ്പെട്ടു പോയ പണം പൂർണ്ണമായിട്ടും തിരിച്ചു പിടിച്ചു എന്ന് ഇതിനർത്ഥമില്ല. അപ്പോൾ ഇവിടെ ബാങ്ക് ഈ ഒരു തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ 24 അവേഴ്സിനുള്ളിൽ പണം തിരിച്ചു നൽകുകയാണ് ഉണ്ടായത്. ബാങ്ക് സ്വന്തം നിലയ്ക്ക് കസ്റ്റമർ ഫസ്റ്റ് എന്ന പോളിസിയുടെ അടിസ്ഥാനത്തിൽ ബാങ്കിൻ്റെ വിശ്വാസ്യത വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു നൽകുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നടന്നിട്ടുള്ളത് എംപ്ലോയി ലെവലിലുള്ള ഒരു തട്ടിപ്പാണ്. നമുക്കറിയാം ഏതൊരു ബാങ്കിലായാലും ഏതൊരു ബിസിനസ്സിലായാലും എംപ്ലോയി ലെവലിലുള്ള തട്ടിപ്പുകൾ സ്വാഭാവികമായിട്ട് നടക്കാം. ഇപ്പോൾ HDFC ബാങ്കിൽ, അതുപോലെ L&Tയിൽ, പല ലീഡിങ് സ്റ്റോക്കുകളിലൊക്കെ ഇത് നടന്നിട്ടുണ്ട്. ഇൻവെസ്റ്റർ എന്നുള്ള നിലക്ക് നമ്മൾ ആശങ്കപ്പെടേണ്ടത് മാനേജ്മെൻറ്റ് ലെവലിൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഗവേണൻസിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രശ്നം നമുക്ക് IDFC ഫസ്റ്റ് ബാങ്കിലുള്ള ഈ ഒരു സ്കാമുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ കഴിയില്ല. കാരണം തട്ടിപ്പ് നടന്ന അക്കൗണ്ടുകളിൽ നിന്ന് ഇവർ പണം ഏത് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണോ പോയത് അത് മൊത്തത്തിൽ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രാഥമികമായിട്ട് അന്വേഷണത്തിൽ നിന്ന് ബാങ്കിനുള്ളിലുള്ള ജീവനക്കാരും പുറത്തുള്ള വ്യക്തികളും ചേർന്നുള്ള ഒരു ഗൂഢാലോചനയാണിത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചണ്ഡീഗഡ് ബ്രാഞ്ചിലുള്ള 4 ജീവനക്കാരെ ബാങ്ക് ഇതിനോടകം സസ്പെൻഡ് ചെയ്തിരുന്നു. അവരാണ് വ്യാജരേഖകളും ചെക്കുകളും ഉപയോഗിച്ച് ഈ പണം വകമാറ്റിയത്. അപ്പോൾ ചണ്ഡീഗഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ് ഗ്രൂപ്പും ഇതിന് പിന്നിലുണ്ടെന്ന് സംശയിക്കുന്നുണ്ട്. ചിലർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ട്. 4 മുതിർന്ന IAS ഉദ്യോഗസ്ഥരും അവരുടെ പങ്കും ഹരിയാന ആൻറ്റി കറപ്ഷൻ ബ്യൂറോ അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും KPMGയുടെ ഫോറൻസിക് ഓഡിറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിൻ്റെ പണം പൂർണ്ണമായും തിരിച്ചു നൽകിയതോടെ ബാങ്കിൻ്റെ വിശ്വാസ്യത നിലനിർത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ കൾപ്രിറ്റുകളെ പൂർണ്ണമായിട്ടും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ മാത്രമാണ് ഈ അന്വേഷണം വിജയിക്കുകയുള്ളൂ. ബാങ്കിൻ്റെ ആകെ നിക്ഷേപത്തിൻ്റെ 0.5% മാത്രമാണ് തുകയെന്നും ഇത് ബാങ്കിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കില്ലെന്നും CEO ആയിട്ടുള്ള V വൈദ്യനാഥ് ഓൾറെഡി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ പല ബ്രോക്കറേജ് സ്ഥാപനങ്ങളും ഇപ്പോൾ ഇതിൻ്റെ ടാർഗറ്റ് വില ഡൗൺ ചെയ്തു എന്നല്ലാതെ വലിയ തോതിലുള്ള ഒരു സെൽ കോളുകൾ ബ്രോക്കറേജുകൾ കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ താൽക്കാലികമായിട്ട് ഈ IDFC ഫസ്റ്റ് ബാങ്കിനെ സർക്കാരിൻ്റെ നിക്ഷേപം സ്വീകരിക്കുന്നതിൽ നിന്ന് വിലക്കിയത് ഷോർട്ട് ടേമിൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടിയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം പണം തിരികെ കൊടുത്തതും അതുപോലെ അന്വേഷണം ഊർജിതമായതും ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവാണ്. തീർച്ചയായിട്ടും KPMG ഇന്റർനാഷണലി റെപ്യൂട്ടഡായ ഈ കമ്പനിയുടെ ഫോറൻസിക് ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വരുന്നത് വരെ ഒരു ഫ്രഷ് ബൈങ്ങിനോ അല്ലെങ്കിൽ ആവറേജിനോ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതായിരിക്കും ഈ സന്ദർഭത്തിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി. ഇനി നമ്മൾ ഇന്നലെ വലിയ തോതിൽ താഴോട്ടേക്ക് പോയ വാരി എനർജി, പ്രീമിയർ എനർജി, വിക്രം സോളാർ പോലെയുള്ള ലീഡിംഗ് സോളാർ പാനൽ എക്സ്പോർട്ട് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു ഫോള് വലിയ പാനിക്കാണ് മാർക്കറ്റ് സൃഷ്ടിച്ചത്. അപ്പോൾ അമേരിക്ക ഈ സോളാർ പാനൽ ഇറക്കുമതികൾക്ക് ഏകദേശം 126% വരെ ടാക്സ് ചുമത്തിയതാണ് ഈ ഇടിവിന് കാരണമായത്. അപ്പോൾ ഇന്ത്യൻ സോളാർ കമ്പനികൾക്ക് സർക്കാർ നൽകുന്ന അമിതമായ സബ്സിഡികൾ അത് കാരണം അവർ കുറഞ്ഞ വിലയ്ക്ക് അമേരിക്കയിൽ ഈ പാനലുകൾ ഡംപ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അമേരിക്കയുടെ ആരോപണം. അമേരിക്കയിലെ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് എടുത്ത ഈ തീരുമാനം അലയൻസ് ഓഫ് അമേരിക്കൻ സോളാർ മാനുഫാക്ചറിംഗ് ആൻഡ് ട്രേഡ് എന്ന് പറയുന്ന അമേരിക്കൻ സംഘടന നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. 2024 ഇന്ത്യയിൽ നിന്നുള്ള ഈ സോളാർ പാനൽ കയറ്റുമതി ഏകദേശം 9 മടങ്ങാണ് വർദ്ധിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ ഇന്ത്യൻ കയറ്റുമതിയിലെ ഈ ഒരു ജമ്പിനുള്ള ഒരു കാരണമായിട്ട് അമേരിക്ക ചൈനയുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം സംശയിക്കുന്നുണ്ട്. കാരണം ചൈനീസ് സോളാർ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക നേരത്തെ തന്നെ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇതിനെ മറികടക്കാൻ വേണ്ടി ചൈനീസ് കമ്പനികൾ ഭാഗികമായിട്ട് നിർമ്മിച്ചിട്ട് ഇന്ത്യ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ വഴി അമേരിക്കയിലേക്ക് കടത്തുന്നുണ്ട് എന്നുള്ള ഒരു പരാതിയാണ് അമേരിക്ക ഉന്നയിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, ഇന്ത്യയിൽ നിർമ്മിക്കുന്ന പല സോളാർ പാനലുകളുടെയും അടിസ്ഥാന ഘടകങ്ങൾ, ഇപ്പോൾ അതിൻ്റെ വൈഫേഴ്സ്, സെൽസ് ഇപ്പോഴും വൻതോതിൽ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മാൽ പ്രാക്ടീസുകൾ ഒഴിവാക്കാനാണ് ഈ ഒരു നികുതി ഇപ്പോൾ ചാർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാ രാജ്യങ്ങൾക്കുമുള്ള പൊതുവായിട്ടുള്ള ഒരു നികുതിയല്ല, സർക്കാർ സബ്സിഡികൾ വഴി
മാർക്കറ്റിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്ന് കണ്ടെത്തിയ രാജ്യങ്ങൾക്കെതിരാണ് ഈ നടപടി. ഇന്ത്യയോടൊപ്പം തന്നെ ഇന്തോനേഷ്യ, ലാവോസ് എന്നീ രാജ്യങ്ങൾക്കും ഇതേ രീതിയിലുള്ള താരിഫ് അമേരിക്ക ചുമത്തിയിട്ടുണ്ട്. എന്നാൽ വാരി എനർജി പോലുള്ള കമ്പനികളുടെ വരുമാനത്തിൻ്റെ വലിയൊരു ഭാഗം ഏകദേശം 32% എക്സ്പോർട്ടിൽ നിന്നാണെങ്കിലും വാരി എനർജീസ് അമേരിക്കയിൽ സ്വന്തമായിട്ട് നിർമ്മാണ യൂണിറ്റുകൾ തുടങ്ങാനുള്ള നീക്കത്തിലാണ്. അപ്പം അങ്ങനെയാകുമ്പോൾ ഈ ഒരു നികുതി അവർക്ക് ബാധകമാവുകയില്ല. അതുപോലെ ഇന്ത്യ-US ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ട് ഇനിയും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കരാർ അടുത്ത് തന്നെ ഒപ്പിടാൻ പോവുകയാണ്. അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ ഈ ഒരു സോളാർ പാനലുമായി ബന്ധപ്പെട്ട ഈ ഒരു താരിഫുമായിട്ടുള്ള ചർച്ചകളും സ്വാഭാവികമായിട്ടുണ്ടാകും. അവിടെ ഒരു ഇളവ് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയും പല കമ്പനികൾക്കും ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ചെറിയൊരു റിക്കവറി ഈ സോളാർ സ്റ്റോക്കുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും പല ലീഡിംഗ് സോളാർ സ്റ്റോക്കുകളും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ മറ്റൊരു സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷനിലേക്ക് വന്നാൽ IRFC അവരുടെ OFSുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം സെബിയുടെ ഒരു നിയമം അനുസരിച്ചിട്ട് പ്രൊമോട്ടേഴ്സിൻ്റെ ഹോൾഡിംഗ് ഒരു കമ്പനിയിൽ 75% മിനിമൈസ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിൽ 86% IRFCയുടെ പ്രൊമോട്ടർ ഹോൾഡിംഗ്. ഇന്ത്യ ഗവൺമെൻറ്റാണ് പ്രൊമോട്ടേഴ്സ്. അപ്പോൾ അവിടെ ഇപ്പോൾ 4% ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഓഹരികൾ മാർക്കറ്റിൽ ഓഫർ വഴി വിൽക്കാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫെബ്രുവരി 25 ഇൻസ്റ്റിറ്റ്യൂഷണൽ നിക്ഷേപകർക്കും ഫെബ്രുവരി 26 റീറ്റെയിൽ നിക്ഷേപകർക്കുമാണ് ഇത് തുറക്കുക. ഓഫർ ഫോർ സെയിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു ഓഫർ ഉണ്ടാവും. നിലവിലുള്ള മാർക്കറ്റ് പ്രൈസിനേക്കാൾ ചെറിയ വിലയിലായിരിക്കും വിൽക്കുക. അപ്പോൾ നിലവിൽ 109 എന്ന പ്രൈസ് ഉണ്ടായിരുന്ന സ്ഥാനത്താണ് 104 എന്നുള്ള പ്രൈസിൽ ഇപ്പോൾ ഈ ഓഫേഴ്സ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഏകദേശം 5% ഒരു ഡിസ്കൗണ്ട് ഉണ്ട്. അതാണ് ഇന്ന് സ്റ്റോക്കിലും 5% ഒരു ഫോൾ വരുന്നതായിട്ട് കാണാം. നമുക്കറിയാം, കാരണം ഈ ഒരു 104 യഥാർത്ഥത്തിലുള്ള സ്റ്റോക്കിൻ്റെ വില എന്ന് ഇൻവെസ്റ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യും. സ്വാഭാവികമായിട്ട് അവർ സെല് ചെയ്തിട്ട് 104 എന്നുള്ള പ്രൈസിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യും. അപ്പോൾ മാർക്കറ്റിൽ കൂടുതലായിട്ട് ഷെയറുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് സപ്ലൈ കൂടുകയും സ്റ്റോക്കിൻ്റെ ഡിമാൻഡ് കുറയുകയും വില കുറയുകയും ചെയ്യും. അപ്പോൾ ഈ ഓഫേഴ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ 104, 105 എന്നുള്ള ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു സപ്പോർട്ടിൽ ഈ IRFC സ്റ്റോക്ക് നിൽക്കാനാണ് സാധ്യത. അപ്പോൾ ആ ഒരു കറക്ഷൻ കഴിഞ്ഞാൽ പിന്നീട് ഇതിൻ്റെ ഒരു ടാർഗറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 120, 130 ലെവലാണ്. അതൊരു ലോങ് ടേം ടാർഗറ്റാണ്. കൂടാതെ ഇവിടെ ഇപ്പോൾ 4% ഷെയറുകൾ മാത്രമാണ് ഗവൺമെൻറ് വിറ്റഴിക്കുന്നത്. എങ്കിൽ പോലും അവിടെ 81% ഗവൺമെൻറ് കയ്യിലുണ്ടാവും. ഇനിയും 6%-ഓളം ഓഫേഴ്സ് വഴി ഗവൺമെൻറ് വിറ്റഴിച്ചേക്കാം. അപ്പോൾ അത്തരം ഘട്ടങ്ങളിലൊക്കെ ഇതിൻ്റെ പ്രൈസ് പിന്നെയും ഈ രീതിയിലുള്ള ഒരു കറക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഏതായാലും ഈ ഒരു ഓഫേഴ്സ് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഡിസ്കൗണ്ട് പ്രൈസിൽ സ്റ്റോക്ക് ആവറേജ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. എന്നാൽ ഷോർട്ട് ടേം ലാഭം പ്രതീക്ഷിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കറക്ഷൻ അവർക്ക് വലിയ തലവേദനയാകും. ഇന്ന് നമ്മൾ നിഫ്റ്റിയുടെ ഒരു ലെവലുകൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഓപ്ഷൻ ഡാറ്റകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് 27,600, 27,700 സ്ട്രൈക്കുകളിലാണ് ഏറ്റവും അധികം കോൾ റേറ്റിംഗ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലെവൽ മറികടക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളിയായിരിക്കും നിഫ്റ്റിക്ക് ഉണ്ടാവുക. അപ്പോൾ ഇതിന് മുകളിൽ മാർക്കറ്റ് കടന്നാൽ മാത്രമേ ഒരു ഷോർട്ട് കവറിംഗ് റാലി നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. ഇതിൻ്റെ ഒരു സപ്പോർട്ട് ലെവൽ 27,300, 27,400 സോണിൽ അവിടെയാണ് ഏറ്റവും അധികം പുട്ട് റേറ്റിംഗും ഉള്ളത്. അപ്പോൾ ഒരു ഫോൾ ഉണ്ടായാൽ തന്നെ ഈ ഒരു ലെവൽ ഒരു സപ്പോർട്ട് ലെവലായിട്ട് തന്നെ നിൽക്കാനാണ് സാധ്യത. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ ഇങ്ങനെ കറങ്ങി നിൽക്കുകയാണ് നിഫ്റ്റി. ഏത് ഭാഗത്തേക്ക് തിരിയണമെന്നുള്ള വ്യക്തമായ ഒരു ഡയറക്ഷൻ ലഭിക്കാതെയുള്ള ഒരു സിനാരിയോ ആണ് നമ്മൾ ഈ നിഫ്റ്റിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളായിരിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.